ഖൈറുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് നോക്കൂ. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ മൻ യുർജാ ഖൈറുഹു വയുത്മനു ശർറുഹു നിങ്ങളിൽ ആരുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് അയാളാണ് വയുത്മനു ശർറുഹു ആരുടെ ഉപദ്രവമാണോ നമ്മൾ നിർഭയത്വം തോന്നുന്നത് അയാളാണ് നമ്മൾ ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നു എന്നിൽ നിന്ന് ഖൈറേ ഉണ്ടാവൂ, എന്നെപ്പറ്റി നിങ്ങൾ വിചാരിക്കുന്നു എന്നിൽ നിന്ന് ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാകില്ല, അങ്ങനത്തെ ആളാണ് ഖൈർ. നേരെ മറിച്ച് എന്നിൽ വശർറുക്കും മൻ ലാ യുർജാ ഖൈറുഹു വലാ യുഅ്മനു ശർറുഹു ഏറ്റവും മോശപ്പെട്ടവരാരാണ് അയാളിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, എന്നിൽ നിന്ന് ഒരു നന്മയും കിട്ടുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കണക്കന്നെ ആയിരിക്കും അല്ലെ. വിചാരിച്ചു ജ്യേഷ്ഠൻ സഹായിക്കൂ, പെങ്ങളെ മോളെ കല്യാണം നടക്കല്ലേ, എന്ത് ജ്യേഷ്ഠനിൽ നിന്ന് എന്ത് കിട്ടാനാ, അതൊന്നും സഹായിക്കൂല, അതൊക്കെ സഹായിക്കേണ്ട കാലം മുമ്പ് കഴിഞ്ഞു, ഇതിലും വലിയ കഷ്ടപ്പെടുന്ന സമയം കഴിഞ്ഞു, ഒരു നയാ പൈസ കൊണ്ടും സഹായിച്ചിട്ടില്ല അല്ലേ. വലാ യുഅ്മനു ശർറുഹു എന്നാൽ ഉപദ്രവത്തിൽ നിർഭയത്വം ഒരു ഉപദ്രവം ചെയ്യൂല എന്നും തോന്നണില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനൊക്കെ സംഭവിക്കും. ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഞാനൊരു സംഭവം കണ്ട് ഭയങ്കര പേടിച്ചുപോയി. ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അവസ്ഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. വീടുണ്ടാക്കിയിട്ട് അനുജൻ പച്ചപ്പാവം, ജ്യേഷ്ഠൻ എന്തൊക്കെയോ ഒരു തട്ടിപ്പ് ബിസിനസ് ഒക്കെ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ദുബൈയിലൊക്കെ ഉണ്ട് ഈ നമ്പർ 2 എന്ന് പറഞ്ഞ ബിസിനസ്. ദുബൈക്കാർക്ക് ധേരക്കാർക്ക് പറ്റുന്ന മനസ്സിലാവും. നമ്പർ 2 ഡ്യൂപ്ലിക്കേറ്റ് സാധനം ബുക്ക് അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെന്ന കോടീശ്വരനായിട്ടുണ്ട് ആള് നാട്ടിൽ. ഈ അനുജൻ പച്ചപ്പാവമാണ്. ഓരോ സംഭവം ഒറ്റ വീട്ടിലാണ് ഇപ്പോൾ 2 വീടുകളാണ് ഒരു കുടുംബത്തിൽ. അപ്പോ ഈ അനുജന്റെ മോളെ കല്യാണം നടക്കുകയാണ്. ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ജ്യേഷ്ഠന്റെ പുരക്ക് ഇന്റർലോക്ക് ചെയ്തത് 7 ലക്ഷം റുപ്യ ചെയ്തിട്ട് മുറ്റത്തിന്റെ ഇന്റർലോക്ക് പണി ചെയ്തിട്ടുണ്ട്. 7 ലക്ഷം. ഈ 7 ലക്ഷം കിട്ടണമെങ്കിൽ സാധുവിന്റെ മോളെ കല്യാണം അന്തസ് നടത്താമായിരുന്നു ഒക്കെ മനസ്സിലാഗ്രഹിക്കില്ല, മനസ്സ് പൊട്ടിപ്പോകൂലേ. അങ്ങനെ ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ജ്യേഷ്ഠൻ അല്ല മുമ്പൊരിക്കൽ 10,000 റുപ്യന്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ലേ, ആ 10,000 താന്ന് പറഞ്ഞു വരുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചോദിക്കാൻ പറ്റുമോ? തോക്കിക്ക് വെടിയെന്നൊക്കെ പറയലാണ്. ചോദിക്കണപ്പോ ഇങ്ങോട്ട് ചോദിക്കുക, ലാ യുഅ്മനു ശർറു ഉപദ്രവം ചെയ്യൂല എന്ന് വിചാരിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ ആളുകൾ ശർറുക്കും നിങ്ങളിൽ ഏറ്റവും ഷർറായവരാണ്. നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ പുരന്റെ അതിരിലൂടെ അവർ മതിൽ കെട്ടിയേക്കും അല്ലെ. പെണ്ണുങ്ങളോ പറയാനോ ചോദിക്കാനോ ആളില്ല, നമ്മുടെ സ്ഥലം അവർ എടുത്തു മാറ്റിയേക്കും. ഇങ്ങനെയൊക്കെ എത്ര ആളുകളുണ്ട് അങ്ങനെ പേടിച്ചിരിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. ലാ യുഅ്മനു ശർറു ഉപകാരവും ഇല്ല, എന്നാ പിന്നെ ഉപദ്രവം ഇല്ലാതിരിക്കുന്നുണ്ടോ? അതിനിട്ടൊരു ഉറപ്പില്ല, ഉപദ്രവം ഉണ്ടാവുകയും. ഈ അവസ്ഥയിലാണെങ്കിൽ ശർറുക്കും മനുഷ്യരിൽ ഏറ്റവും ഷർറായവരാണവർ. യാ അല്ലാഹ്, ഇത്തരക്കാർക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. മനുഷ്യന്റെ ഹൃദയത്തെക്കാളും വലുതൊന്നും ലോകത്ത് ഒന്നുമില്ല. മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിച്ച് മനുഷ്യൻ നേടുന്ന എന്തും മണ്ണിനേക്കാളും നിസ്സാരമാണ്. മണ്ണിന് വിലയുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക, അത് അനുജനാവാം, ജ്യേഷ്ഠനാവാം, സ്വന്തം പെങ്ങളാവാം, അനിയത്തിയാവാം, ജ്യേഷ്ഠനെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ കൂടെ പഠിച്ചവരോ, അവരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, പക്ഷെ ഉപദ്രവം ചെയ്യാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാണ് ആവേണ്ടത്. മുഅ്മിനായ മനുഷ്യൻ യുർജാ ഖൈറുഹു അവന്റെ നന്മയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വയുഅ്മനു ശർറുഹു ഒരു ഉപദ്രവവും അവൻ ചെയ്യൂല, ഇവനാണ് ഏറ്റവും ഖൈർ. ഇത് മസലുഹാ കമസലിൽ മുഅ്മിൻ മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഈത്തപ്പനെ പോലെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ വിവരിക്കുകയായിരുന്നു. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മഹുല്ലാഹ് സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി വൽ അർള വളഅഹാ ലിൽ അനാമി ഫീഹാ ഫാകിഹതുൻ വൻ നഖ്ലു ദാതുൽ അക്മാം വൽ ഹബ്ബു ദുൽ അശ്രി വർ റൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകذിബാൻ വൽ ഹബ്ബു ദുൽ അശ്രി വർ റൈഹാൻ. അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മൾ ആ നഖൽ എന്ന വാക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ വിട്ടുപോയിരുന്നു. അതാണ് നമ്മൾ ഇന്ന് വിവരിച്ചത്. വൽ ഹബ്ബു ദുൽ അശ്രി വർ റൈഹാൻ. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളിതിന്റെ ഉപരിപ്ലവമായ ആശയങ്ങളായി പറഞ്ഞു പോവുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ വല്ല ആർട്ടിക്കിളോ വല്ല എന്തെങ്കിലും എസ്സേയോ വല്ല ലേഖനങ്ങളോ ഈത്തപ്പനെ കുറിച്ചോ ധാന്യങ്ങളെ കുറിച്ചോ ഒക്കെ ഈ സയൻസ്, സോളജി ആൻഡ് ബോട്ടണി ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പറയണത്. സയൻസ് പഠിക്കണം. സയൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് തുറന്നു നോക്കി പഠിക്കാനാണ് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ. എന്താ ഉള്ളത് അത് പഠിക്കാൻ. അത് ആരുണ്ടാക്കിയെന്ന് മാത്രം പറഞ്ഞു തരൂല, അതിന്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ പറഞ്ഞു തരും. അത് ഇൽമാണ്. മുഅ്മിനീങ്ങൾക്കത് മതി. മുഅ്മിനീങ്ങൾക്കറിയാം ഇത് ചെയ്തു വെച്ചത് അള്ളാഹുവാണ്.
അതുകൊണ്ട് ഈ പഠനം നമുക്ക് ഈമാൻ വർദ്ധിക്കണം. ഇതൊക്കെ വെറുതെ ഉണ്ടായെന്നും ഇതൊക്കെ ടോട്ടൽ റാൻഡംനെസ് അങ്ങോട്ട് പൊട്ടിമുളച്ചതാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവിടെയാണ് നമ്മുടെ ചോദ്യചിഹ്നം. നിങ്ങൾക്കവിടെ ധാന്യമണികളുണ്ട്, ഭൂമിയിൽ ധാന്യമുണ്ട്. ഈ ആന്ത്രപ്പോളജിക്ക് പച്ച നുണ പറയുന്ന ചില ഘട്ടങ്ങളുണ്ട്. പറഞ്ഞാൽ മനുഷ്യനാദ്യം തിന്നാൻ അറിയില്ലായിരുന്നു, വേവിച്ച് തിന്നാൻ അറിയില്ലായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിലൊരു കാട്ടുതീ ഉണ്ടായത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ അത്? അങ്ങനെ നോക്കുമ്പോ എന്താ റോസ്റ്റായി കഴിഞ്ഞ